ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. എനിക്കിതിങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വെറുതെ വിട്ടിട്ട് പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് ഒരൊറ്റ മൈൻഡിൽ തോന്നിയെടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ. ഇന്ന് നമ്മളൊരു ചെടീനെ അല്ല ഒരു മരത്തിനെ കേട്ടോ പരിചയപ്പെടുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ കൊന്നപ്പത്തൽ, വേലിപ്പത്തൽ, ശീമക്കൊന്ന എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ പേര് ഗ്ലിറിസിഡ സിബിയം എന്നാട്ടോ കണ്ടത്. പ്രൊണൗൺസിയേഷൻ ശരിയല്ലെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മളെ ചെറി ബ്ലോസം ഒക്കെ ഇല്ലേ, ജപ്പാനിലും കൊറിയയിലും ഒക്കെ ഉണ്ടാവുന്ന ചെറി ബ്ലോസം, അതിൻ്റെയൊക്കെ ഒരു കുന്നുകുളം വെർഷൻ അല്ലെങ്കിൽ ഒരു റെപ്ലിക്ക പോലെ കേട്ടോ തോന്നിയത്. എനിക്ക് തോന്നുന്നു ഈ ചെടി ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. എക്സ്പെഷ്യലി നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ള ആൾക്കാർ എന്താണെങ്കിലും കണ്ടിട്ടുണ്ടാവും. എൻ്റെയൊക്കെ കുഞ്ഞിലേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കൂടുതലും വീടുകളിൽ അങ്ങനെ മതിലുകളൊന്നും ഉണ്ടായില്ലായിരുന്നു. അപ്പം വേലികളായിരുന്നു ഉണ്ടായിരുന്നത്. ആ വേലികളിലൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടി ഇതായിരുന്നു. ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. എന്നിട്ട് നല്ല രസമാണ്. ഇതിങ്ങനെ വേലീൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ നിറച്ച് താഴത്ത് ഇങ്ങനെ വീണ് നല്ല ഭംഗിയായിട്ട് കിടക്കും. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായൊരു ബാഡ് ഉള്ളതുപോലെ, ഗുഡും ബാഡും ഉള്ളതുപോലെ ഇതിനും ഒരു ബാഡുണ്ട്. ഇതിൻ്റെ ബാഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവിന് അത്ര നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലൊന്നുമല്ല. ഒരു ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. ലൈക്ക് ഒരു ആർക്കും ഇഷ്ടപ്പെടാത്തൊരു ടൈപ്പ് ഓഫ് സ്മെല്ലാണ്. പക്ഷേ ഇതിങ്ങനെ പൂത്ത് വയ്ക്കുന്നതുകൊണ്ട് സ്മെല്ലൊന്നുമില്ല. നമ്മളിതിനെ കൈ കൊണ്ട് പിച്ചി എടുത്തിട്ട് നെക്കി നോക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ കൈ കൊണ്ട് ഇതിനെ ഞെരടുമ്പോഴൊക്കെ സ്മെല്ല് വരത്തുള്ളൂ കേട്ടോ. ഞാനിത് കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഈ ലൈക്ക് ചെറി ബ്ലോസം ഒക്കെ ഭയങ്കര വലിയ ഇതായിട്ടല്ലേ കാണുന്നത്. അപ്പം ഇത് ലൈക്ക് ഒരു ദേശി ചെറി ബ്ലോസം അല്ലേ. എനിക്കിതിനെ ഒരു ദേശി ചെറി ബ്ലോസം എന്ന് വിളിക്കാനാട്ടോ ഇഷ്ടം. അതുപോലെ തന്നെ ഇതൊക്കെ എത്ര പേര് എൻജോയ് ചെയ്യുന്നുണ്ടാവും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ചുറ്റിനുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് എൻ്റെ മാത്രം ഒരു പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ എൻ്റെ മാത്രം ഒരു വിഷനാട്ടോ. എല്ലാവർക്കും ഇങ്ങനെയൊന്നും ആയിരിക്കണം എന്ന് കൂടിയില്ല. എന്നാലും ഞാൻ പറഞ്ഞത് എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് എന്താ ഇതിനെപ്പറ്റിയൊന്നും ആരും സംസാരിക്കാത്തേ എന്ന് തോന്നി. അതുകൊണ്ട് ചുമ്മാ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടതാട്ടോ.